കോഴിക്കോട് ഇന്ന് രാത്രി 2 പേർക്ക് കൂടി പാമ്പിന്റെ കടിയേറ്റിരിക്കുന്നു. താമരശ്ശേരിയിലും ഉള്ളിയേരിയിലുമാണ് സംഭവം. താമരശ്ശേരി ചെമ്പ്ര പുലിയാറക്കുന്ന് സ്വദേശി ശില്പ, ഉള്ളിയേരിയിൽ പുതിയോട്ടൽ സ്വദേശി സുധീഷ് എന്നിവർക്കാണ് പാമ്പ് കടിയേറ്റത്. സലാം മുഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. സലാം, ഇന്നിപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഒരു താരതമ്യേന ചൂട് കുറവായിരുന്ന ഒരു ദിവസമാണ്. പക്ഷേ പാമ്പ് കടി ഏൽക്കുന്ന സംഭവങ്ങൾ വീണ്ടും കൂടിക്കൂടി വരികയാണ്. ഇന്നിപ്പോൾ വീണ്ടും 2 പേർ കൂടി കോഴിക്കോട് പാമ്പ് കടിയേറ്റതായി വാർത്ത വരുന്നു. അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? മറ്റു പ്രശ്നങ്ങളില്ലല്ലോ സലാം? മഹേഷ്, കോഴിക്കോട് ജില്ലയിൽ 2 പേർക്കാണ് ഇന്ന് പാമ്പ് കടിയേറ്റത്. താമരശ്ശേരിയിലും ഉള്ളിയേരിയിലുമാണ് ഈ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഉള്ളിയേരിയിൽ പുതിയോട്ടിൽ സുധീഷിനെയാണ് വീട്ടുമുറ്റത്ത് വെച്ച് പാമ്പ് കടിയേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടുമുറ്റത്ത് വെച്ച് കടിയേറ്റത്. കാൽവിരലിന് കടിയേറ്റ ഉടനെ ശക്തിയായി കുടയതിനെ തുടർന്ന് പാമ്പ് പിന്നീട് തെറിച്ചു പോവുകയായിരുന്നു. പാമ്പിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രാവിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പെരുമാവിനെ കണ്ട ഒരു സംഭവം രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഇപ്പോൾ ഉള്ളിയേരിൽ വെച്ച് യുവാവിന് പാമ്പ് കടിയേറ്റുള്ളത്. താമരശ്ശേരിയിൽ ചെമ്പ്ര പുലിയാറക്കുന്ന് ശില്പ എന്ന് പറയുന്ന ആൾക്കാണ് പാമ്പ് കടിയേറ്റത്. വീട്ടുമുറ്റത്ത് കൈ കഴുകാനായി ഇറങ്ങിയപ്പോൾ വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ചാണ് കടിയേറ്റത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി വൈകിട്ട് 7:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അങ്ങനെ 2 പേർക്കാണ് കോഴിക്കോട് താമരശ്ശേരിയിലും അതോടൊപ്പം ഉള്ളിയേരിയിലുമാണ് ഒരു യുവാവിനും അതോടൊപ്പം തന്നെ ഒരു 20 വയസ്സുള്ള യുവതിക്കും പാമ്പ് കടിയേറ്റത്. മഹേഷ്.